ഹലോ എവ്രി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ചെറിയ ഷോർട്ട് സ്റ്റോറിയാണ്. പേര് മുഖൌട്ട. ഇത് മമതാ കാലി എഴുതിയൊരു സ്റ്റോറിയാണ്. അപ്പോൾ നിങ്ങൾ ഹിന്ദിയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നിങ്ങൾ ഡിഗ്രിയൊക്കെ PG ഒക്കെ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പ്രോജക്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പലപ്പോഴും സ്റ്റോറീസ്, നോവൽസൊക്കെ സെലക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്റ്റോറിയാണ് മുഖൌട്ട എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഫുൾ സ്റ്റോറി നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എങ്ങനെ ഇതിൻ്റെ ഒരു എസൻസ് നിങ്ങളിലേക്ക് എത്തിക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ പാഠത്തിൻ്റെ സ്റ്റോറിയുടെ പേരാണ് മുഖൌട്ട. മുഖൌട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസ്ക് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു മുഖംമൂടിക്കാണ് നമ്മളങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിലെ മെയിൻ ക്യാരക്ടർ जो प्रधान पात्र है उसका नाम है श्रवण और वो दाखिला मिलने के लिए एक മുഖൌട്ട പകർത്തെ हैं. അല്ലെങ്കിൽ അവൻ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി, ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ഒരു മുഖംമൂടി അണിയുന്നു. ഒരു താഴ്ന്ന ജാതിക്കാരനാണ് താനെന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് കൈക്കലാക്കുകയും അതുവഴി അഡ്മിഷൻ നേടുകയും ചെയ്യുന്നു. കാരണം OBCയിലേക്ക് വരുമ്പോൾ എന്താണ്, അങ്ങനെ റിസർവേഷൻ വരും, അങ്ങനെയൊക്കെ അഡ്മിഷൻ കിട്ടും. ആ രീതിയിലൊരു തെറ്റായൊരു കാര്യം പുള്ളി ചെയ്യുന്നുണ്ട്. അതുവഴി പുള്ളിക്ക് പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു, അതിനെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു സ്റ്റോറിയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം മുതൽ നോക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ എനിവേ സ്റ്റാർട്ട് ചെയ്യാം. മുഖൌട്ട, മമത കാലിയ. ഇത് റൈറ്ററിൻ്റെ പേര് മമത കാലിയ എന്നാണ്. അപ്പം ഞാൻ PG ചെയ്തുകൊണ്ടിരുന്നപ്പം ഏകദേശം ഒരു 12 പേജ് താഴെ വരും കേട്ടോ സ്റ്റോറി. അപ്പം ഞാൻ PG ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാനൊരു പ്രോജക്റ്റ്, ഒരു നോവലായിരുന്നു. അപ്പോൾ അത് മമത കാലിയയുടെ ഒരു നോവലാണ് ഞാനും ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് മമത കാലിയനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കാം. ജന്മം മധുര, उत्तर प्रदेश. शिक्षा MA अंग्रेजी, दिल्ली विश्वविद्यालय. प्रमुख रचनाएं उपन्यास बेखर, नरक दर नरक, प्रेम कहानी, एक पत्नी के नोट्स, दाऊद. ओके, 1 सेकंड. പിന്നെ കഹാനി സംഗ്രഹം കൊടുത്തിട്ടുണ്ട്. ചുട്കാര, സീറ്റ് നമ്പർ 6, एक आदत औरत, എക്സെട്ര എക്സെട്ര. ഓക്കെ, അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏകാംഗി സംഗ്രഹം കൊടുത്തിട്ടുണ്ട്. ആത്മ അടന്നി കാ നാം ആപ്നെ ബദലേങ്കി. പിന്നെ കവിതാ സംഗ്രഹം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യണം, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ബേസിക് ഇൻട്രൊഡക്ഷൻ്റെ ഒരു ലാസ്റ്റ് പേജിലുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റോറിയിലേക്ക് പോകാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണിത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുകയാണ്. മുഖൌട്ട, മുഖംമൂടി. അബ് ഭഗവാൻ സെ ബഡി ബഡി ജനറൽ പ്രാർത്ഥനയും കർണേക്ക വക്ത് നഹി ഹെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ പ്രാർത്ഥനകൾ ആയിട്ട് ഇനി ഈശ്വരൻ്റെ അടുത്ത് പോകാൻ സമയമില്ല. ഉൻകി താരീഫ് യാ ഹുഷാമത് में लंबी चौड़ी स्तुति को संक्षिप्त कर बस तट से अपनी बात कह दो. ऊपर अर्जियों का अंबार लगा है. एक एक अपील पर भगवान अगर यो मुलझे रहे तो हो गया काम. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് വായിച്ചിട്ട് അതിൻ്റെ ഒരു മീനിങ് ആയിട്ട് പറഞ്ഞു പോവാം. ഓക്കെ, അപ്പോൾ എന്താണ്, ഇപ്പോൾ ഭഗവാന്റെ അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുത്ത് പോയിട്ട് വലിയ വലിയ പ്രാർത്ഥനകൾ പറയാനുള്ള സമയമില്ല. കാരണം അവിടെ ഇഷ്ടം പോലെ ആളുകൾ എന്താണ് പ്രാർത്ഥനകൾ, തൻ്റെ പ്രാർത്ഥനയായിട്ടാണ് ഒത്തിരി ആളുകൾ അവിടെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ കൂമ്പാരം കൂടി കിടക്കുകയാണ് അവിടെ. റൈറ്റർ ആ സ്റ്റോറിയുടെ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് ആലങ്കാരികമായിട്ടുള്ള സംഭവങ്ങളാണ്. ഇപ്പോൾ ഓരോ ആപ്ലിക്കേഷനിലും എന്താണ് അതിനെക്കുറിച്ച് ദൈവം ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. മാക്കോ യേ സബ് സംഛായ ഹുവാ ഹെ इसलिए वे धूप दीप नैवेद्य में समय बर्बाद नहीं करती. बस एक अगरबत्ती जलाकर सिर झुकाकर छोटी छोटी चीज़ें मोहलत और मन्नत मांग लेती है. അപ്പോൾ എന്താണ്, അമ്മയുടെ അടുത്ത് ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മ ഇതിനകത്ത് വരുന്ന നായകൻ്റെ അമ്മയാണ്. അപ്പം ആ അമ്മ എന്താ ചെയ്യുന്നത്, ധൂപ് ദീപ്. അപ്പം അങ്ങനെയുള്ള വില കൂടിയ സംഭവങ്ങളിൽ വാങ്ങുന്നില്ല. പകരം എന്താണ്, ഒരു ചെറിയ അഗർബത്തി, ഒരു സാമ്പ്രാണി തിരി ദൈവത്തിൻ്റെ അടുത്ത് പോയിട്ട് കത്തിക്കുന്നു. ചെറുതായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ പറയുന്നു. ഓക്കെ, ഹേ ഭഗവാൻ ആജ് രാത് ബിജ്ലി ന ജായേ ഭട്കേ കാ കൽ ബിസിനസ് മാത്സ് കാ പേപ്പർ ഹെ. അപ്പോൾ അവരുടെ പ്രാർത്ഥനയിൽ വരുന്ന കാര്യങ്ങളാണ് ഇനി കൊടുത്തിട്ടുള്ളത്. ഹേ ഭഗവാൻ ആജ് രാത്, ഇന്ന് രാത്രി കറണ്ട് പോകരുത്. കാരണം എന്താണ്, ഭട്കയ്ക്ക് നാളെ എക്സാം ഉണ്ട്, ബിസിനസ് മാത്സ് കാ എക്സാം. ഭട്കെ എന്ന് പറയുന്ന നായകനെ വീട്ടിൽ വിളിക്കുന്ന ഒരു പേരാണ്.
ഹേ ഭഗവാൻ റിക്ഷ ആജ് 5 रुपये में मिल जाए बैंक तक पहुंचना है. എന്താണ് ഇന്ന് റിക്ഷ ഒരു 5 രൂപയ്ക്ക് കിട്ടിയാൽ മതി, കാരണം ബാങ്ക് വരെ പോകാനുള്ളതാണ്. ഹേ ഭഗവാൻ നാശ്തേ में पराठा देकर അസിദ് പിഗഡെ നെഹി ബ്രെഡ് ഖത്തം ഹെ തദാസ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് നമ്മളുടെ നോർമൽ ലൈഫിൽ എന്താണ് നന്നായിട്ട് എക്സാം നടക്കണം, അതുപോലെ തന്നെ ഓട്ടോ കിട്ടണം, നല്ല ഫുഡ് കിട്ടണം, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് അവരുടെ പ്രാർത്ഥനയിൽ കടന്നു വരാറുള്ളത്. ഭഗവാൻ ഉസ്കി മിഡിൽ ക്ലാസ് പ്രാർത്ഥനയും പർ ധ്യാൻ ദേത്തെ ഹെ ദിൻ നിർവിഘ്ന പാർ ഹോ ജാത്താ ഹെ. അപ്പോൾ അവർക്കും തോന്നാറുണ്ട് എന്താണ് ദൈവം തൻ്റെ പ്രാർത്ഥന കേൾക്കാറുണ്ട്, ഈ ചെറിയ ചെറിയ കാര്യമായതുകൊണ്ട് കേൾക്കാറുണ്ട്, അതുകൊണ്ട് തന്നെ വലിയ തടസ്സങ്ങളൊന്നും കൂടാതെ അവരുടെ ലൈഫ് മുന്നോട്ട് പോകുന്നു. അസിദ് अपनी आराम कुर्सी में बैठे अंतर्राष्ट्रीय सवालों पर अपनी लीड ढूंढते हैं. माँ ഹീറ്റിംഗ് റോഡ് की लीड को लेकर परेशान है. ഓക്കെ, അസിദ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ക്യാരക്ടർ, മെയിൻ ക്യാരക്ടറായിട്ടുള്ള ശ്രവണിൻ്റെ, അത് ഇനി വരൂ കേട്ടോ, ശ്രവണിനെ കുറിച്ച് നമ്മൾ പറയും. അപ്പോൾ അതിൻ്റെ ഫാദറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളിയാണ് എന്താ ന്യൂസ് പേപ്പറൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നു. അന്താരാഷ്ട്രീയ अध्ययन में MA माने किया है पर उनका दिमाग स्थानीय समस्याओं से भरा है. ആരാം കുർസി എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ റെസ്റ്റ് ചെയ്യണമെങ്കിൽ അത് തീർച്ചയായിട്ടും അസിദ് എന്ന് പറയുന്ന ക്യാരക്ടർ ശ്രവണിൻ്റെ ഫാദർ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും പുള്ളി വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് അന്വേഷിക്കുന്നത്. പിന്നെ അവിടെ അമ്മേനെക്കുറിച്ച് പറയുന്നുണ്ട്. അമ്മ എന്താണ് MA ചെയ്തിട്ടുണ്ട്, അന്താരാഷ്ട്രീയ അധ്യയനം MA ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷേ ഇന്ന് പുള്ളിക്കാരി പുള്ളിക്കാരി എന്താണ് എന്തൊക്കെ ഇഷ്യൂസുമായിട്ടാണ് ഇന്ന് സ്ട്രഗിൾ ചെയ്യുന്നത്. അതിൽ വരുന്നതാണ് ബിജ്ലി, പാനി, ഗ്യാസ് और बच्चों की पढ़ाई जैसे മസ്ലോനെ കച്ചൂമർ നിക്കാൽ രഖാ ഹെ. അപ്പോൾ എന്താണ് അങ്ങനെയുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യുക എന്നാണ് ഇന്ന് അമ്മയുടെ ഡ്യൂട്ടി. MA ഉണ്ട്, പക്ഷേ ഇന്ന് ഇതാണ് ചെയ്യുന്നത്. ബാസാർ റോസ് की तरह रंगीन है. ओके, ये टमाटर को क्या हुआ, इतना बड़ा लाल और रस से टलमल की, दूर से देखने पर प्लास्टिक का लगता है, पास आने पर पता चलता है असली है. 5 रुपये का 100 ग्राम हरा धनिया, 8 रुपये की 4 डगाल. क्यों भाई ऐसा कैसे, बाहर से आवे 6 बेन सू करू. अमेरिका में ഒരു ചെറിയ ഗുജറാത്തി ടച്ച് ഉണ്ടെന്ന് തോന്നുന്നു. अमेरिका में बैठी भाभी याद आती है, वे कहती थी $1 का 1 टमाटर मिलता है. അപ്പോൾ എന്താണ് ചെറുത് അവരുടെ സൊസൈറ്റിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഈ സ്റ്റോറിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഒരു മിഡിൽ ക്ലാസ് ലൈഫാണ് അവർ ജീവിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ തക്കാളിയുടെ വില അതൊക്കെ അവരെ സംബന്ധിച്ച് എന്താണ് വലിയ കാര്യമാണ്. ഓക്കെ, അതിനെക്കുറിച്ചൊക്കെയാണ് അവർ മെയിനായിട്ട് ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പം അമേരിക്കയിൽ എന്താണ് $1 का 1 टमाटर मिलता है എന്ന് വെച്ചാൽ $1 ഒരു തക്കാളിയെ കിട്ടത്തുള്ളൂ. टमाटर भी लगता है NRI होता जा रहा है, अनिवासी आज के जादुई 3 अक्षर NRI. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സാധനങ്ങൾക്ക്, അതിനെക്കുറിച്ച് ഒന്ന് പരാമർശിച്ചിട്ടുണ്ട് ഈ ഭാഗത്ത്. നെക്സ്റ്റിലേക്ക് നോക്കാം. ओके, बटका चीख रहा है, उसका रिजल्ट निकला है, 75% अंक मिले हैं, दाखिला कहीं नहीं हो रहा है. അപ്പോൾ നമ്മൾ മെയിനായിട്ട് അവരുടെ ഒരു സിറ്റുവേഷനൊക്കെ മനസ്സിലാക്കിയ ശേഷം നമ്മൾ എന്താണ് സ്റ്റോറിയിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ മെയിനായിട്ടുള്ള ക്യാരക്ടർ ജിസ്കാ നാം ഹെ ശ്രവൺ, वो आगे बताएंगे, लेकिन उसे घर पे बुलाते हैं बटका नाम से. ഓക്കെ, അപ്പോൾ ബട്കയുടെ റിസൾട്ട് വന്നു. അപ്പോൾ എന്താണ് 75%, അതായത് 75% മാർക്കുണ്ട്. ദാഖില കഹി നെഹി ഹോ രഹ, ദാഖില മീൻസ് അഡ്മിഷൻ. അപ്പോൾ അഡ്മിഷൻ എവിടെയും കിട്ടുന്നില്ല. ഓക്കെ, അന്ന് കുറച്ചുകൂടി മാർക്കുണ്ടെങ്കിലാണ് കിട്ടത്തുള്ളൂ. അപ്പം നിലവിൽ പുള്ളിക്ക് അഡ്മിഷൻ എവിടെ കിട്ടുന്നില്ല. അപ്പോൾ അവിടെ വട്ക പറയുന്ന ഒരു കാര്യമാണ്, മമ്മി NRI कोटे से दाखिला हो रहा है हर जगह, या OBC कोटे से, ये OBC भी जादुई अक्षर बनते जा रहे हैं. അതായത് മമ്മിയുടെ അടുത്ത് പറയുകയാണ് ഹർ ജഗ കഹാസെ മീൻസ് NRI കോട്ടയിലാണ് അഡ്മിഷൻ നടക്കുന്നത്. NRI കോട്ടയിൽ നമുക്കറിയാം അഡ്മിഷൻസ് പല രീതിയിലുണ്ട്. ഗവൺമെൻറ് അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്, മെറിറ്റ് ഉണ്ട്, പിന്നെ നമുക്ക് മാനേജ്മെൻ്റ് ആയിട്ട് എടുക്കാം. നിലവിൽ നമ്മുടെ അടുത്തുള്ള കോളേജുകളിലൊക്കെ ഇതൊക്കെയാണ് നടക്കുന്നത്. പിന്നെ NRI കോട്ടയുണ്ട്. ഓക്കെ, പിന്നെ റിസർവേഷൻസ് പല കാറ്റഗറിയിലുണ്ട്. അങ്ങനെ പല പല
രീതിയിലൊക്കെയാണ് ഒരു കോളേജിലൊക്കെ ആയാലും അഡ്മിഷൻസ് വരുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യമാണ് NRI കോട്ടയിലും OBCയിലുമാണ് ഇന്ന് ആ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ അഡ്മിഷൻ കിട്ടുന്നത്. ഓക്കെ, കിട്ടാൻ എളുപ്പം, അല്ലെങ്കിൽ മാർക്ക് കൂടുതൽ വേണമായിരുന്നു. OBC ബി ജാദൂയി അക്ഷർ ബൻതേ ജാ രഹേ ഹൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതൊരു വലിയ മാജിക്കൽ വേർഡ്സായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണെന്നാണ് റൈറ്റർ പറയുന്നത്. ഹേ ഭഗവാൻ മുझे NRI ബനാദോ യാ OBC. അപ്പോൾ എന്താണ്, ഒന്നുകിൽ NRI ആയിരിക്കണം അല്ലെങ്കിൽ OBC ആയിരുന്നെങ്കിൽ അഡ്മിഷൻ കിട്ടിയേനെ. ബട്ട് കാ ജഗജീത് സിംഗ് കെ അന്ദാസ് യേ ഷൊഹരത് ബി ലേ ലോ യേ ദൗലത് ബി ലേ ലോ मैं गुहार करता है. അതൊരു ഫിലിം റെഫറൻസ് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഹേ ഭഗവാൻ മേരി ജാത് ബി ലേ ലോ പാന്ത് ബി ലേ ലോ മേരാ ഹാൻദാനി സർനെയിം ബി ലേ ലോ ഈ സർനെയിം സെ മുझे ദാഖില മിലേഗ ന നോക്കരിയെ സർനെയിം നഹി സർദർദ് ഹെ. അപ്പോൾ എന്താണ് അവൻ്റെ ഒരു സർനെയിം, ഇപ്പോൾ നമ്മൾ ഹിന്ദിക്കാരൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്കൊരു സർനെയിം ഉണ്ട്. മീൻസ് എന്താണ്, അവരുടെ ആ ഒരു റിലീജിയനെയൊക്കെ സൂചിപ്പിക്കാൻ നമ്മുടെ കേരളത്തിലും ഉണ്ട്. ഓക്കെ, ചിന്തിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അതിലേക്ക് നമ്മൾ പോകുന്നില്ല. അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ ആ നെയിം കേൾക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അവർ ഏത് കാസ്റ്റിൽ ബിലോങ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പുള്ളി പറയാണ്, ശരിക്കും പറഞ്ഞാൽ എന്താണ്, ശ്രവൺ കുറച്ച് ഒരു ഉയർന്ന ജാതിയാണ്, അതായത് ഒരു റിസർവ്ഡ് കാറ്റഗറി അല്ല. ഓക്കെ, അത് മനസ്സിലാക്കി വയ്ക്കുക. ഹീസ് നോട്ട് എ റിസർവ്ഡ് കാൻഡിഡേറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ്, പുള്ളിക്കൊരു സർനെയിം ഉണ്ട്, അത് ശരിക്കും ഒരു തലവേദന, അതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ലെന്നാണ് പുള്ളി പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റിലീജിയനെ കുറിച്ച് അതിനെ എന്താണ് ആ ഒരു പുള്ളിക്ക് ഒരു റിസർവേഷൻ അവിടെ കിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരു വേസ്റ്റായിട്ട് പുള്ളിക്ക് തോന്നി തുടങ്ങി. ഭഗവാൻ ദോ മേസെ उसकी एक अपील मंजूर कर लेते. NRI चाचा तो एन मौके पर हाथ खींच लेते हैं, पर हर वालों को बिना बताए भटका शहर के MP के जरिए OBC प्रमाण पत्र हासिल कर लेता है. ഓക്കെ, അപ്പോൾ എന്താണ്, പുള്ളി പല രീതിയിൽ ശ്രമിച്ചു, അതായത് ശ്രവൺ എന്ന് പല രീതിയിൽ എങ്ങനെ ഒരു അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ശ്രമിച്ചു. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ഒരു NRI ചാച്ചയുണ്ട് പുള്ളിക്ക്. അപ്പോൾ പുള്ളിയുടെ വഴിയാണ് ശ്രമിച്ചത്, പക്ഷേ പുള്ളി അവസാന നിമിഷം കൈയൊഴിഞ്ഞു, അതുകൊണ്ട് അത് നടന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ MP വഴി ഒരു OBC സർട്ടിഫിക്കറ്റ് പുള്ളി കൈക്കലാക്കി. ഒഫീഷ്യലി ബാക്ക്വേർഡ് കാസ്റ്റ് ആണത്. അപ്പോൾ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് പുള്ളി കൈക്കലാക്കി. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോൾ പുള്ളിക്ക് തീർച്ചയായിട്ടും അഡ്മിഷൻ ഇനി കിട്ടും. മാക്കോ കുച്ച് അന്ദേശ ഹെ പർ പക്കാ പത്താ നഹി ഭട്കേനെ കുച്ച് बताया भी नहीं है. अचानक दाखिले को लेकर हर में फैला तनाव कुछ ഡീല പെടുത്താഹെ. അപ്പോൾ എന്താണ്, അമ്മയ്ക്ക് ചെറുതായിട്ടൊന്നും ഡൗട്ട് അടിച്ചു, പക്ഷേ അവന് കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല. അപ്പം എന്താണ്, ഇവന് അഡ്മിഷൻ കിട്ടാത്തതുകൊണ്ട് വിഷമിച്ചിരുന്ന ആ ഒരു വീട്ടിൽ അതൊരു ആശ്വാസമായിരുന്നു. അപ്പോൾ പുള്ളി ചെയ്തത് ഇതാണ്, ശരിക്കും ഒരു സർട്ടിഫിക്കറ്റ് കൈക്കലാക്കുകയാണ് ചെയ്തത്. അത് ശരിക്കും ഇല്ലീഗലാണ്. ഇസ് ഷഹർ में तो पढ़ना नहीं है, अब 2 साल के लिए शानू घर से दूर चला जाएगा. पराये शहर में बच्चे अपनी जात लेकर नहीं, अटैची और म्यूजिक सिस्टम लेकर हॉस्टल पहुंचते हैं. അപ്പോൾ എന്താണ്, അവനിനി എന്താണ് ആ ഒരു നഗരത്തിൽ അവർ താമസിച്ചുകൊണ്ടിരിക്കുന്നിടത്തല്ല, പുറത്തു പോയി പഠിക്കാനാണ് പോകുന്നത്. അതുകൊണ്ട് ഇങ്ങനെയൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയാലും വലിയ വിഷയമൊന്നുമില്ല എന്ന രീതിയിലാണ് അവനിരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ നമുക്ക് എന്താണ് ഒരു ഹോസ്റ്റൽ ലൈഫിലേക്കൊക്കെ വരുമ്പോൾ അവിടെ റിലീജിയൻ അത്ര ഇമ്പോർട്ടൻസ് ഇല്ല, അങ്ങനെയുള്ളൊരു വേർതിരിവ് കുറവാണ്. അപ്പോൾ അവിടെ കുട്ടികൾ എത്തുന്നത് മ്യൂസിക് സിസ്റ്റം ഒക്കെ ആയിട്ടാണ്. ബച്ചേ കുച്ചേ ഹുരേജ് പരേജ് मेज में समाप्त हुए. रागिंग के खंडे में साम्राज्यवाद से लेकर साम्यवाद तक का दर्शन हो पाया. അപ്പോൾ റാഗിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു ചെറുതായിട്ട്. ഓക്കെ, കभी कभी दिल में खुटका लगता था. निर्देशक को पता चल गया कि ब्राह्मण हूँ तो तड़ी पार कर दिया जाऊँगा, जुर्माന अलग. അതായത് നിർദ്ദേശക് മീൻസ് ഡയറക്ടർ, അതായത് അവൻ കോളേജിലെത്തി. അപ്പം അതിൻ്റെ ഡയറക്ടർ ഇത് അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതായത് ഇവൻ ശരിക്കും ഒരു ബ്രാഹ്മണനാണ്. ഓക്കെ, അവനെ ബ്രാഹ്മണനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവനെ പുറത്താക്കും. അതുപോലെ തന്നെ ഇങ്ങനൊരു ഇല്ലീഗൽ കാര്യം ചെയ്തതിന് ഫൈനും അടയ്ക്കേണ്ടി വരും. ഓക്കെ, ഫർ ഭഗവാൻ കെ നാം ഏക് ചോട്ടി സി
സാർഗർഭിത് അപ്പീൽ സെ കാം ബൻ ഗയ യ നൗബത് നഹി ആയി. പക്ഷേ ഇങ്ങനെയൊരു പ്രശ്നം അവിടെ വന്നില്ല, ആരും അത് ശ്രദ്ധിക്കാൻ പോയില്ല. പാഠക് സർനെ ഏക് ദിൻ ക്ലാസ് മേ കഹ ഹോ തോ പിച്ഛടെ പർ ഹോ തേസ്. അതായത് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സാറ് ഓക്കെ ക്ലാസ്സിൽ പറഞ്ഞു ഹോ തോ പിച്ഛടെ പർ ഹോ തേസ്. എന്താണ്, അവന് താഴ്ന്ന ജാതിയിലുള്ള ആളാണ് പക്ഷെ ഇൻ്റലിജൻ്റ് ആണ് എന്നാ സാറ് പറഞ്ഞു. ഓക്കെ, നമുക്ക് ഇവിടെ വെച്ച് ഈ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് വൈൻഡപ്പ് ചെയ്യാം. ബാക്കി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ओके सो गाइस सी यू इन द नेक्स्ट, तब तक के लिए ओके बाय.